സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം ഒരു മലയാളം ഫിലിമിൽ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഉർമി, ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദർ, അങ്ങനത്തെ പോലുള്ള പടത്തിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റായ ഒരു മലയാളം പടം ചെയ്യണം. അത് കറക്റ്റായ ഓഡിയൻസിനെ റീച്ച് ആവണം. അതിന് വെയിറ്റ് ചെയ്തിട്ട് കുറെ കാലമായി. ഇപ്പോൾ ഇത് കറക്റ്റായ ഒരു പടം എനിക്ക് കിട്ടി. സോ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു മുരളിഗോപി സർ ആൻഡ് കൃഷ്ണകുമാർ സർ. ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞ ഉടനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കേട്ട ഉടനെ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ വന്ന് ഈ പടം എന്തായാലും ചെയ്യണമെന്ന്. വൺ തിങ് ഇസ് ദാറ്റ് ഈ the script demanded a lot of characters in the film. ഇപ്പോൾ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റും, വിജയരാഘവൻ സർ, ഇന്ദ്രൻ സർ, ദേവമോഹൻ, മുരളി ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പണി ശരത്, ശാന്തി, എവറിബഡി, ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. മുരളി സാറിന്റെ റൈറ്റിംഗ് ഒക്കെ വെച്ചാൽ എല്ലാം ഒவ்வொரு ക്യാരക്ടറും വന്നിട്ട് വളരെ ഡെപ്തിൽ എഴുതിയ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു തമിഴ് ക്യാരക്ടർ, അവരെ ലൈഫിൽ വരുന്ന അതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ഒരു ഫിലിം. സോ ഐ തോട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പടം. എന്നെ പോലെ even Ajanish is getting launched in this film. So very happy brother, we both are getting launched. So because ee padathil, like you said, the music is a very important part of the film. So I think Krishnamar sir vanda ee padam parna shesham, I think first choice was namakku Ajanish vechittu ee padathil music cheyanam, Kantara effect vanam. So that was the thing. And Yuva, the cameraman, rendu moonu padam cheyidittunde. So I knew what Yuva is capable of. ഒരു വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ, നല്ലൊരു ക്യാമറാമാൻ, വെരി എഫിഷ്യൻറ്റ് ക്യാമറാമാൻ, വെരി എക്സ്പെരിമെൻറ്റിങ് ക്യാമറാമാൻ. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് യുവ. ആൻഡ് ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത്. സോ ആൻഡ് സൗണ്ട്, ഇപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മിക്സ് ചെയ്തിട്ട് കാണുന്നത് വിഷ്ണു സിയർ. Fantastic work, brothers. Really loved it. And your editor Rohit. So ഒരു ഭയങ്കര ഒരു highly qualified, highly talented technical ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. സോ ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ്, ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ സർ. ഇറ്റ്സ് നോട്ട് ഈസി. വാട്ട് മുരളി സാർ എഴുതുന്നത് കറക്റ്റായി ആ ഫീലിൽ, ആ ഇമോഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി സാർ എവറി ഡേ ഷൂട്ടിങ് വരും. ഷൂട്ടിങ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടോ എന്ന് ഹിൽ ചെക്ക്. മുരളി സാർ ഇല്ലാത്ത സീനിലും വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, ഈ റിയാക്ഷൻ കൊടുക്ക്, അങ്ങനെ പറഞ്ഞ്. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു എഴുതിയത് ഇത്ര ദൂരം നമ്മ ഓഡിയൻസിനെ റീച്ച് ആണെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ്. ഇങ്ങനെ ഒരു പടം ചെയ്യാനില്ല. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ തിങ്ക് വാട്ട് എവർ ഐ ഡിഡ്, കൃഷ്ണ മേഡ് ഇറ്റ് ബെറ്റർ, ലൈക്ക് 3-4 times ഈസിലി. സോ എൻ്റെ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് വളരെ സ്ട്രെനുവസ് ആയ ഷൂട്ടിംഗ് ടൈം. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആൾ. ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്ത് രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ ടയർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിന്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്നും കിട്ടണേ, നമുക്ക് ഒരു ഷോട്ട് പോവുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ, എങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ സാറിന് ഇത്രയും എനർജി, സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു അത്രയും സ്നേഹിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന
ഒരു ഡയറക്ടറാണ് കൃഷ്ണകുമാർ. സോ അതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പൊ യു ആർ സീയിങ് ഓൺ സ്ക്രീൻ. സോ ഇപ്പൊ ഞാൻ പടം കാണുമ്പോഴും ഇതേ ഇന്റൻസിറ്റിയിൽ ഇതേ സ്കെയിലാണ് ഫുൾ പടം ഉണ്ടായിരുന്നു. സോ ഒരു സീനും ഒരു ഷോട്ട് പോലും നമ്മൾ ഈസി ആയിട്ട് എടുക്കണം. അത് ഒவ்வொரு ഷോട്ടും എന്തെങ്കിലും ഒരു കഥ കൺവേ ആവണം. ആ റൈറ്റിങ്ങിലില്ല, ഒരു പേസ് കൺവേ ആണെന്നില്ല, തോട്ടോട് കൂടിയാണ് എല്ലാ ഷോട്ടും എടുത്തിട്ടുള്ളത്. സോ I think very happy with the output. So, and thanks to my friend and my brother Vinod Kumar for making this film. ഇത്രയും പൈസ ഇട്ടിട്ട് ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ ചെയ്യാൻ, അത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് nobody will do it. So അവനിക്ക് he had the confidence on Murali sir and Krishnakumar sir. So all his confidence എന്തായാലും അതൊരു വലിയൊരു സക്സസിൽ കൊണ്ടുപോയി നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. സെയിം ടൈം ഗോപാലൻ സർ, ഗോകുലം ഫിലിംസ്, ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. ഇപ്പോൾ ഇത്രയും വലിയ പടം ഒരു കറക്റ്റായ റിലീസ്, കറക്റ്റായ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗോകുലം സാർ കെയിം ഫോർവേഡ്, സോ ദ ഫിലിം. അവർ വളരെ ഇഷ്ടപ്പെട്ട് ഇത് എന്തായാലും നമ്മൾ ചെയ്യണം, നമ്മൾ ബാനറിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്ന പടമാണത്. സോ താങ്ക്സ് ടു ഗോപാലൻ സാർ ഫോർ സപ്പോർട്ടിങ് us and looking forward to a great release. Thank you. നമസ്കാരം. ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്റ്റേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ. ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശമുള്ളൂ. എന്നിരുന്നാലും അനന്തൻകാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതത്വ വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ നാമമാണ് അനന്തൻകാട് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മളുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻകാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരൊരാളാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിനൊരു വാക്ക് കൊടുത്തതാണ്. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ ഒരിക്കൽ തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്. ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിൽ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും, അതിന് മുമ്പേ ഇരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രൻസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങള് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നുമാണ്. ഓരോ തവണ ഇന്ദ്രൻസേട്ടനെ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രൻസേട്ടൻ്റെ കിട്ടാറുണ്ട്. ഇന്ദ്രൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രൻസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസാറിന്റെ സിനിമ ഞാൻ കാണുന്ന മൊമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ളൊരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, the kind of gravitas that he brings to the table,
ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത് അത് ശരിയാണോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആര് ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ നടന്മാരും ഇതില് അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളത്, ജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്. സ്കോർ ആണൊരു സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോർ ഫെയിൽ ചെയ്താൽ സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും ഒരു സിനിമയിൽ. ഞാൻ മ്യൂസിക്കിനാണ് ഇപ്പൊ എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. അപ്പൊ സ്കോറിനെ കുറിച്ചും സ്കോർ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പാരലൽ നറേറ്റീവിനെ കുറിച്ചും എപ്പോഴും വളരെയധികം ബോധവാനായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. ആ നിലയിൽ ഇതിന്റെ സ്കോറിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 25-ാം തീയതി ഇത് തിയേറ്ററിലെത്തുകയാണ്. ഒരു വലിയ ഓഡിയോ വിഷ്വൽ ഡിസൈൻ ഉള്ള സിനിമയാണിത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.